എന്ന പ്രതിഫലമറിയണോ? അല്ലാഹു തരുന്ന പ്രതിഫലമറിയണോ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹു തആല അൻഹു നാളെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരും യാത്ര പറയാൻ. അവിടുന്ന് യാത്ര പറയാൻ കടന്നു വരുമ്പോ നല്ലതുപോലെ യാത്രയാക്കിക്കോ നബിയേ. ഇനി തിരിച്ചു വരില്ല നബിയേ, ഇനി തിരിച്ചു വരില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാത്ര പോകുകയാണ്, യാത്ര പോകുകയാണ്. സഹാബികൾ കൂടെയുണ്ട്. എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ വന്ന് സലാം പറഞ്ഞു. യാത്ര പോകുമ്പോ റസൂലുള്ളാഹി പുറകെ നടന്നു പോവുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുറകെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോയി. വാഹനത്തിന്റെ ചാരത്ത് ചെന്നപ്പോ റസൂലുള്ളാഹി കെട്ടിപ്പിടിക്കുകയാ. റസൂലുള്ളാഹി കെട്ടിപ്പിടിക്കുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് അത്ഭുതമായി. എന്തേ മുത്തുനബി എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്? ഇതുപോലെ പ്രവാചകൻ ഇങ്ങനെ യാത്ര പറഞ്ഞിട്ടില്ലല്ലോ. യാത്രയ്ക്ക് പോകുമ്പോഴും റസൂലുള്ളാഹി എന്നെ ഇതുപോലെ യാത്ര അയച്ചിട്ടില്ല. ഇന്നെന്തേ ഒരു പ്രത്യേകത, ഇന്നെന്തേ ഒരു പ്രത്യേകത? റസൂലുള്ളാഹി അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. പ്രവാചകൻ കെട്ടിപ്പിടിച്ചു. കാരണം ഇനി മയ്യത്തെ കൊണ്ടുവരൂ, ഈ സഹാബിനെ തിരിച്ചു വരില്ല, പോകുന്ന പോക്കിലും മരിക്കുകയാണ്. ജിബ്രീലാണ് വന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യാത്രയാക്കി തിരിച്ചു വരുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തേ നബിയേ ഇന്നൊരു വല്ലാത്ത പ്രത്യേകത? റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുന്നുണ്ട്, മുത്തുനബിയുടെ കണ്ണ് നിറയുന്നുണ്ട്. പ്രവാചകന് പറയാൻ കഴിയില്ലല്ലോ ഇനി ഈ സഹാബി തിരിച്ചു വരില്ലെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും സഹാബ, ഈ പെൺമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, ഈ യതീമായ മക്കളെ പോറ്റുന്നവർ, ഈ യതീഖാനയ്ക്ക് വേണ്ടി 1 രൂപ കൊടുക്കുന്നവർ, അല്ലാഹ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അറിയണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ യാത്രയാക്കുകയാണ്. പടച്ചവനെ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ മസ്ജിദുൻ നബവിയിൽ മുത്തുനബിയുടെ മുന്നിൽ ഒരു സഹാബി വരികയാ. ആരാ കടന്നു വരുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ജീവനോടെ തിരിച്ചു വരികയാ. ജിബ്രീൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്വഹാബി, ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ സ്വഹാബി, മുത്തുനബി യാത്രയാക്കിയ സഹാബി റസൂലുള്ളാഹിയുടെ മുന്നിൽ ജീവനോടെ കേറി വന്നിട്ട്, യാ റസൂലല്ലാഹ്, മുത്തുനബിയോട് സലാം പറയുകയാ. റസൂലുള്ളാഹിക്ക് അത്ഭുതമായി, മുത്തുനബിക്ക് അത്ഭുതമായി. എന്തേ സംഭവിച്ചത്? എന്തേ സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ എന്തേ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇവരിങ്ങനെ യാത്ര പോയപ്പോ വല്ലാത്ത ക്ഷീണമായി. എല്ലാവരും പറഞ്ഞു, നമുക്കൊരിടത്ത് കിടക്കാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് എല്ലാവരും പറഞ്ഞു, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. പടച്ചവനെ, അങ്ങനെ എല്ലാവരും ഒരു സ്ഥലം കണ്ടെടുത്തു. അതിന്റെ പരിസരത്തൊരു വീടുണ്ട്. സഹാബികൾ ആ വീടിന്റെ മുന്നിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാ, ഞങ്ങൾക്കൽപ്പം ഭക്ഷണം വെച്ച് തരുമോ? ഞങ്ങൾക്കൽപ്പം ഭക്ഷണം വെച്ച് തരുമോ? ഒരു പ്രായമുള്ള ഉമ്മയോട് പറയുമ്പോ ആ ഉമ്മ റസൂലുള്ളാഹിയുടെ സഹാബത്തെന്ന് കേൾക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഭക്ഷണം വെച്ച് തരാ. എല്ലാവരും പോയി കിടന്നു. അവസാനം എഴുന്നേറ്റ് കഴിയുമ്പോ എല്ലാവർക്കും
എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാ. എല്ലാവരും ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് സ്വഹാബികൾ പറഞ്ഞു, തങ്ങള് ആ കാണുന്ന വീട്ടിൽ ഉമ്മയല്ലാതെ വേറെ ആരോ ഉണ്ട്. ആ പ്രായമുള്ള ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെച്ച് തരാൻ കഴിയില്ല. അവിടെ വേറെ ആരോ ഉണ്ട്. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ മുന്നിൽ ചെന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെയുണ്ടോ? ആ സമയത്ത് ഉമ്മ പറയുകയാ, യതീമായ 2 പെൺമക്കളുണ്ട്. ഈ വീടിന്റെ അകത്ത് പ്രായം ചെന്ന യതീമായ 2 പെൺമക്കളുണ്ട്. എന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. അവർക്ക് ഒരുപാട് വയസ്സായി. കെട്ടിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ലാത്തത് കാരണം ആരും വരാറുമില്ല. യതീമായ 2 പെൺമക്കള് വീടിന്റെ അകത്തുണ്ടെന്ന് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അവിടത്തെ കണ്ണ് നിറയുകയാണ്. അവിടെന്ന് പറഞ്ഞു, ഉമ്മ, ഞാനുണ്ടുമ്മ, ഈ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാ. സഹാബികളോട് ചോദിച്ചു, ആരാ കെട്ടുന്നത്? ഈ യതീമായ 2 പെൺമക്കൾ ആരാ വിവാഹം കഴിക്കുന്നത്? ഞാൻ തരാം ആവശ്യമുള്ള സമ്പത്ത്, ആർക്ക് വേണമെങ്കിലും കെട്ടാ, ഞാൻ തരാ സമ്പത്തെന്ന് പറഞ്ഞിട്ട് ആ 2 യതീമായ മക്കളെ കെട്ടിച്ചു കൊടുക്കുകയാ. റസൂലുള്ളാഹിയോട് പറയുന്നേ, അസ്റായീൽ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാണ്. അസ്റായീൽ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുന്ന സമയത്താണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഈ 2 പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കുന്നത്. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുന്ന സമയത്താണ് 2 പാവപ്പെട്ട യതീമായ മക്കൾക്ക് താൻ സമ്പത്ത് കൊടുത്തിട്ട് കെട്ടിച്ചു കൊടുക്കുന്നത്. അല്ലാഹു വിളിക്കുന്നു, അസ്റായീലേ, റൂഹ് പിടിക്കണ്ട, തിരിച്ചു വന്നേക്കാൻ. റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ, ആ 2 പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തത് കാരണം ആ സ്വഹാബിക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തു നബിയേ. ഇത് ചരിത്രവാ സഹോദരാ.